ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ABVPക്ക് ഉജ്ജ്വല വിജയം. പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലാണ് ABVP വിജയിച്ചത്. പ്രസിഡന്റായി ABVPയുടെ ആര്യൻ മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറി കുനാൽ ചൗധരിയും ജോയിന്റ് സെക്രട്ടറിയായി ദീപിക ഝായും വിജയിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് തുടരുകയാണ്. ശ്രീകാന്ത്, ABVPയുടെ മിന്നും വിജയം ഡൽഹി സർവകലാശാലയിൽ, കൂടുതൽ വിവരങ്ങൾ. ഡൽഹി സർവകലാശാലയിൽ നിലവിൽ ഈ പ്രസിഡന്റ് സ്ഥാനം ABVP തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ആവേശം നൽകുന്ന കാര്യം. കാരണം കഴിഞ്ഞ തവണ NSUI ജയിച്ച സീറ്റായിരുന്നു അത്. തൽക്കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് NSUIക്ക്, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. പ്രസിഡന്റായി ആര്യൻ-മാൻ ABVPയുടെ കാൻഡിഡേറ്റ് ജയിച്ചിട്ടുണ്ട്. സെക്രട്ടറിയായി കുനാൽ ചൗധരി ABVPയുടെ കാൻഡിഡേറ്റ് ആണ്. ജോയിന്റ് സെക്രട്ടറിയായി ദീപിക ഝാ ABVPയുടെ കാൻഡിഡേറ്റ് ആണ്. അങ്ങനെ 3 പേർ ABVPയിൽ നിന്നും, ഒരാൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് NSUIയിൽ നിന്നും മാത്രമാണ് ജയിച്ചത്. തീപാറുന്ന പോരാട്ടം കണ്ട തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. SFI, MSF, NSUI ഉൾപ്പെടെ സംഘടനകൾ ഒരുമിച്ചാണ് ABVPക്കെതിരെ ഇത്തവണ ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിന്നത്. പക്ഷേ നിലം തൊടാനായില്ല. ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ സാധിച്ചു. ബാക്കി 3ഉം ABVP തൂത്തുവാരി. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി, കേരളത്തിൽ ഒക്കെ SFI വലിയ വിമർശനമാണ് MSFനെതിരെയൊക്കെ നടത്തുന്നത്. അവർ വർഗീയ സംഘടനകളാണ് എന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഡൽഹി സർവകലാശാലയിൽ NSU, അതായത് KSUവിൻ്റെ ദേശീയ വിഭാഗമാണ് NSUയും SFIയും MSFും എല്ലാം ഒന്നിച്ചായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണ്ടേ ശ്രീകാന്ത്? അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് MSFനെതിരെ NSUയുടെ കാര്യം പോകട്ടെ, കാരണം കോൺഗ്രസുമായി ദേശീയ തലത്തിൽ CPIM സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ് കഴിഞ്ഞ ദിവസം കൂടി MSFനെതിരെ ആഞ്ഞടിച്ചതേയുള്ളൂ. അവരുടെ പേര് നോക്കിയാൽ തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകും എന്നാണ് ശിവപ്രസാദ് പറഞ്ഞത്. പക്ഷേ അത് കേരളത്തിൽ മാത്രമേ ശിവപ്രസാദിന് പറയാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഒപ്പം തോളോട് തോൾ ചേർന്നാണ് ഈ MSF ഇവിടെ മത്സരിച്ചത് എന്നുള്ളതാണ്. അവരുടെ കൂടെ പ്രചാരണ രംഗത്തടക്കം SFI സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ അവരുടെ പാർട്ടികൾ കോൺഗ്രസും CPIMും ഒക്കെ തോളോട് തോൾ ചേർന്ന ദേശീയ തലത്തിൽ പൊരുതുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് വിദ്യാർത്ഥി സംഘടനകളിലേക്കും എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഡൽഹി സർവകലാശാലയിൽ SFI, NSU, MSF കൂട്ടുകെട്ടിനെയാണ് ABVP തകർത്തെറിഞ്ഞത്. സമ്പൂർണ്ണ വിജയം ഡൽഹി സർവകലാശാലയിൽ ABVP നേടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത്.